ആലപ്പുഴ ബൈപ്പാസിൽ നിർമ്മാണത്തിലിരുന്ന മേൽപ്പാലത്തിന്റെ ഗഡറുകൾ തകർന്നു. ദുരന്തമൊഴിവായത് തലനാരിഴയ്ക്ക്. പൊളിഞ്ഞത് ദേശീയപാത 4 വരിയാക്കാൻ നിർമ്മിക്കുന്ന സമാന്തര പാലം. മനസ്സ് മരവിക്കുന്ന കൊടും ക്രൂരതകൾ അവസാനിക്കുന്നില്ല. പത്തനംതിട്ടയിൽ ഭാര്യയെയും സുഹൃത്തിനെയും ഭർത്താവ് വെട്ടിക്കൊന്നു. പാലക്കാട് ഗൃഹനാഥൻ അച്ഛന്റെ കൺമുന്നിൽ സ്വയം വെടിവെച്ചു മരിച്ചു. ഭാര്യ കോയമ്പത്തൂരിലെ വീട്ടിൽ മരിച്ച നിലയിൽ. ഭാര്യയെ കൊന്ന് ജീവനൊടുക്കിയതെന്ന് സംശയം. താമരശ്ശേരി ഷഹബാസ് വധക്കേസ് പ്രതികൾ SSLC പരീക്ഷ എഴുതി. രാവിലെ മുതൽ വെള്ളിമാടുകുന്ന് ഒബ്സർവേഷൻ ഹോമിന് മുന്നിൽ പ്രതിഷേധം. KSU MSF യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ മാർച്ച് നടത്തി. പെരുകുന്ന അക്രമങ്ങൾ, നടപടികൾ നിർത്തിവെച്ച് നിയമസഭ ചർച്ച ചെയ്യുന്നു. മനുഷ്യജീവനും മാംസത്തിനും വിലയില്ലാതായെന്ന് രമേശ് ചെന്നിത്തല. TP കേസ് പ്രതികളുടെ പരോൾ പരാമർശിച്ചപ്പോൾ ക്ഷുഭിതനായ മുഖ്യമന്ത്രി. സഭയിൽ വാക്പോര്. ഓരോന്നിനും ഞാൻ ഇടക്കിടക്ക് ഉത്തരം പറഞ്ഞുകൊണ്ടിരിക്കണം. വേണമെങ്കിൽ അതാകാം, അതാണ് ഉദ്ദേശിക്കുന്നെങ്കിൽ. നിങ്ങളാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രി, നിങ്ങളാണ് കേരളത്തിന്റെ ആഭ്യന്തര വകുപ്പിന്റെ ചുമതലയുള്ളയാൾ. നിങ്ങളെ കുറ്റപ്പെടുത്തും. അതിനെന്തിനാണ് അങ്ങനെ അസഹിഷ്ണുത കാണിക്കുന്നത്? സാർ, ഞാൻ എന്ത് പ്രസംഗിക്കണമെന്ന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി തീരുമാനിക്കണ്ട. എനിക്ക് സംസാരിക്കാനുള്ള അധികാരമുണ്ട്. നിയമസഭയിലേക്ക് മാർച്ച് നടത്തിയ ആശാവർക്കർമാർ. കേന്ദ്രത്തെ പഴിച്ച് വീണ്ടും ആരോഗ്യമന്ത്രി സഭയിൽ. വിഷയം MP-മാർ പാർലമെന്റിൽ ഉന്നയിക്കണമെന്നും വീണ ജോർജ്. വിദേശ സർവകലാശാല വേണ്ടെന്നാണ് ഞങ്ങൾ ആഗ്രഹം. പക്ഷേ ഞങ്ങൾ പറഞ്ഞതുകൊണ്ട് മാത്രം വിദേശ സർവകലാശാല വരാതിരിക്കില്ല. ഇവിടെ ഞങ്ങൾ നിലപാടുകൾ മുന്നോട്ടേക്ക് വെക്കുകയാണ്. നിലപാടുകൾ ചിലത് ഞങ്ങളുടെ നിലപാട് തന്നെ ഞങ്ങൾക്ക് നടപ്പിലാക്കാനാവാത്ത സാഹചര്യം വരുന്നുണ്ട്. സ്വകാര്യ സർവകലാശാലയോട് CPM-ന് യോജിപ്പില്ലെന്ന് MV ഗോവിന്ദൻ. നടപ്പിലാക്കുന്നത് വേറെ വഴിയില്ലാത്തതിനാൽ. പിണറായി വീണ്ടും മത്സരിക്കുമോ എന്നതിൽ സസ്പെൻസ് വിടാതെ ന്യൂസ് 18 അഭിമുഖത്തിൽ CPM സംസ്ഥാന സെക്രട്ടറി. രോഹിത് ശർമ്മ തടിയനാണെന്ന് പരിഹസിച്ച് കോൺഗ്രസ് നേതാവ് ഷമ മുഹമ്മദ്. ക്യാപ്റ്റൻ എന്ന നിലയിൽ മതിപ്പ് തോന്നിയിട്ടില്ലെന്നും ഷമ. വിവാദമായപ്പോൾ ക്ഷമ പറഞ്ഞ് പോസ്റ്റ് പിൻവലിച്ച് തടി തപ്പി. പത്തനംതിട്ട കലഞ്ഞൂർ പാടത്ത് ഇരട്ടക്കൊലപാതകം. ഭാര്യയെയും സുഹൃത്തിനെയും യുവാവ് വെട്ടിക്കൊലപ്പെടുത്തി. പ്രതി ബൈജുവിന്റെ ഭാര്യ വൈഷ്ണവി, അയൽവാസി വിഷ്ണു എന്നിവരാണ് കൊല്ലപ്പെട്ടത്. സാമ്പത്തിക ഇടപാടുകളും ഭാര്യയിലുള്ള സംശയവുമാണ് കൊലപാതകത്തിന് കാരണം. ഇന്നലെ രാത്രി ബൈജുവും വൈഷ്ണവിയും തമ്മിലുണ്ടായ തർക്കമാണ് കൊലപാതകത്തിൽ കലാശിച്ചത്. വീട്ടിൽ നിന്നും ഇറങ്ങിയോടിയ വൈഷ്ണവി അയൽവാസിയായ വിഷ്ണുവിന്റെ വീട്ടിലെത്തി. പിന്നാലെ എത്തിയ ബൈജു കൊടുവാളുകൊണ്ട് വൈഷ്ണവിയെ വെട്ടിക്കൊലപ്പെടുത്തി. തടയാൻ ശ്രമിച്ച വിഷ്ണുവിനെയും പ്രതി ആക്രമിച്ചു. വിഷ്ണുവിനെ പത്തനംതിട്ടയിലെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയെങ്കിലും വഴിമധ്യേ മരിച്ചു. വിഷ്ണുവുമായുള്ള സാമ്പത്തിക ഇടപാടുകളും ഭാര്യയിലുള്ള സംശയവുമാണ് കൊലപാതകത്തിന് കാരണമെന്നാണ് FIR-ൽ പറയുന്നത്. ഇവര് തമ്മിൽ എന്തെങ്കിലും വിഷയങ്ങളുള്ളതായിട്ട് ഇന്ന് വരെ നമ്മൾ അറിഞ്ഞിട്ടില്ല. പിന്നെ ഈ നമുക്ക് അറിയാവുന്ന പറയുന്നത് ഈ സാമ്പത്തിക ഏർപ്പാടും കാര്യങ്ങളും ഒക്കെ ഉള്ളൂ. ഈ ഇവിടുത്തെ അയൽക്കൂട്ടത്തിൽ നിന്ന് എടുത്ത പൈസയുടെ കാര്യവും വിഷ്ണുവും ബൈജുവും തമ്മിൽ പൈസ ഏർപ്പാടൊന്നുമില്ല. കൊലപാതകത്തിന് ശേഷം പ്രതി പോലീസ് സ്റ്റേഷനിൽ കീഴടങ്ങുകയായിരുന്നു. വിഷ്ണുവും പ്രതി ബൈജുവും സുഹൃത്തുക്കളാണ്. ഒന്നിച്ച് ജോലിക്ക് പോയിരുന്ന ഇവർ തമ്മിൽ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നില്ലെന്ന് നാട്ടുകാർ പറയുന്നു. കൂട്ടുകാരൻ തന്നെയാണ്. ഇന്നലെ അവൻ എൻ്റെ കടയിൽ വരികയും ഇവർ രണ്ടുപേരുടെ ഞാൻ വന്ന സാധനങ്ങൾ പർച്ചേസ് ചെയ്തുകൊണ്ട് പോവുകയും ചെയ്തതാണ്. വിഷ്ണുവും ബൈജുവും കൂടെ ഒന്നിച്ച് നടക്കുകയും ഒന്നിച്ച് കളിച്ച് വളർന്ന കൂട്ടുകാരുമാണ്. നമ്മുടെ നല്ല കൂട്ടുകാരാണ്. നല്ല യാതൊരു നമ്മളെല്ലാം ഒരു വിഷയം ഇവരൊന്നും ഉണ്ടായിട്ടില്ല. നാട്ടിലും നല്ല സഹനമുള്ള പിള്ളേരാണ്. പ്രതി ബൈജുവും വൈഷ്ണവിയും തമ്മിൽ വീട്ടിൽ വഴക്കുണ്ടാക്കുന്നത് പതിവായിരുന്നതായി നാട്ടുകാർ പറഞ്ഞു. ഇരുവരുടെയും മൃതദേഹങ്ങൾ പത്തനംതിട്ട ജനറൽ ആശുപത്രിയിലാണ് സൂക്ഷിച്ചിട്ടുള്ളത്. കൊലപാതകത്തിൽ മറ്റെന്തെങ്കിലും കാരണങ്ങളുണ്ടോ എന്നറിയാൻ DYSPയുടെ നേതൃത്വത്തിൽ അന്വേഷണം നടത്തും. ന്യൂസ് 18 പത്തനംതിട്ട.
പാലക്കാട് വണ്ടാഴിയിൽ ഭാര്യയെ കൊലപ്പെടുത്തി ഭർത്താവിന്റെ ആത്മഹത്യ. വണ്ടാഴി ഏറാട്ടുകുളമ്പ് സ്വദേശി കൃഷ്ണകുമാറാണ് സ്വയം വെടിയുതിർത്ത് മരിച്ചത്. കോയമ്പത്തൂരിലായിരുന്ന ഭാര്യ സംഗീതയെ കൊലപ്പെടുത്തിയ ശേഷം ഇയാൾ വടക്കാഞ്ചേരിയിലെ തറവാട്ട് വീട്ടിൽ എത്തുകയായിരുന്നു. സംശയമാണ് കൊലപാതകത്തിലേക്ക് നയിച്ചതെന്നാണ് സൂചന. വീടിന്റെ മുറ്റത്താണ് കൃഷ്ണകുമാറിനെ വെടിയേറ്റ് മരിച്ച നിലയിൽ കണ്ടത്. എയർഗണിൽ നിന്ന് സ്വയം വെടിയുതിർത്തു എന്നാണ് പ്രാഥമിക നിഗമനം. കോഴിക്കോട് താമരശ്ശേരി ഷഹബാസ് കൊലക്കേസിലെ പ്രതികളും SSLC പരീക്ഷ എഴുതി. പരീക്ഷ എഴുതാൻ അനുവദിക്കുന്നതിനെതിരെ വെള്ളിമാടുകുന്ന് ജുവനൈൽ ജസ്റ്റിസ് ഹോമിന് മുന്നിൽ രാവിലെ മുതൽ പ്രതിഷേധ പരമ്പര അരങ്ങേറി. പ്രതിഷേധം കണക്കിലെടുത്ത് കുറ്റകൃത്യത്തിൽ ഉൾപ്പെട്ട കുട്ടികൾക്ക് ജുവനൈൽ ജസ്റ്റിസ് ഹോമിൽ തന്നെ പരീക്ഷ എഴുതാൻ അവസരം ഒരുക്കുകയായിരുന്നു. രാവിലെ 6:30 KSU പ്രവർത്തകരാണ് പ്രതിഷേധങ്ങൾക്ക് തുടക്കമിട്ടത്. പ്രധാന കവാടത്തിൽ പ്രവർത്തകരെ തടഞ്ഞ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി. തുടർന്ന് MSF പ്രവർത്തകരും യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരും പലതവണ പ്രതിഷേധവുമായി എത്തി. യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരിൽ ചിലർ പോലീസിന്റെ കണ്ണുവെട്ടിച്ച് മതിലെടുത്ത് ചാടി ജുവനൈൽ ജസ്റ്റിസ് ഹോമിന്റെ കോമ്പൗണ്ടിൽ കടന്നു. കേസിൽ പ്രതികളായവർ പരീക്ഷ എഴുതുന്ന ഹാളിലെത്താനായിരുന്നു ശ്രമം. ഇവരെയും പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി. MSF പ്രവർത്തകരും കോമ്പൗണ്ടിനുള്ളിൽ കടന്ന് പ്രതിഷേധമുയർത്തി. പ്രതിഷേധിക്കാനെത്തിയ MSF സംസ്ഥാന പ്രസിഡന്റ് PK നവാസിനെ പോലീസ് കരുതൽ തടങ്കലിലെടുത്തു. പ്രതിഷേധം കണക്കിലെടുത്താണ് കൊലപാതകത്തിൽ ഉൾപ്പെട്ട കുട്ടികളെ താമരശ്ശേരിയിലേക്ക് പരീക്ഷ എഴുതാൻ കൊണ്ടുപോകേണ്ട എന്ന് തീരുമാനിച്ചത്. ജുവനൈൽ ജസ്റ്റിസ് ഹോമിന് മുൻപിലേക്കും പ്രതിഷേധം ഇരമ്പിയതോടെ വിദ്യാർത്ഥികളെ പരീക്ഷ എഴുതാൻ പുറത്തിറക്കേണ്ട എന്ന് അധികൃതർ തീരുമാനിക്കുകയായിരുന്നു. തുടർന്നാണ് ജുവനൈൽ ജസ്റ്റിസ് ഹോമിൽ തന്നെ ഇവർക്ക് പരീക്ഷ എഴുതാൻ അവസരമൊരുക്കിയത്. ന്യൂസ് 18 കോഴിക്കോട്. തിരുവനന്തപുരം വെഞ്ഞാറമൂട് കൂട്ടക്കൊലപാതകത്തിൽ കൂടുതൽ കേസുകളിൽ പ്രതി അഫാന്റെ അറസ്റ്റ് രേഖപ്പെടുത്തി. സഹോദരൻ അഫ്നാൻ, പെൺസുഹൃത്ത് ഫർസാന എന്നിവരെ കൊലപ്പെടുത്തിയതിലാണ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെത്തി വെഞ്ഞാറമൂട് പോലീസ് അറസ്റ്റ് രേഖപ്പെടുത്തിയത്. പിതൃമാതാവിനെ കൊലപ്പെടുത്തിയതിൽ നേരത്തെ അഫാന്റെ അറസ്റ്റ് പാങ്ങോട് പോലീസ് രേഖപ്പെടുത്തിയിരുന്നു. ഇതിന് പിന്നാലെയാണ് വെഞ്ഞാറമൂട് പോലീസിന്റെ നടപടി. സഹോദരനെയും പെൺസുഹൃത്തിനെയും കൊലപ്പെടുത്തിയ കേസിലാണ് അറസ്റ്റ്. പേരുമലയിലെ വീട്ടിലായിരുന്നു കൊലപാതകങ്ങൾ. പിതൃ സഹോദരനെയും അദ്ദേഹത്തിന്റെ ഭാര്യയും കൊലപ്പെടുത്തിയ കേസിലും അറസ്റ്റുണ്ടാകും. ആദ്യ അറസ്റ്റുകളിൽ കസ്റ്റഡിയിൽ വാങ്ങിയ ശേഷമാകും ഈ കേസിൽ അറസ്റ്റ് രേഖപ്പെടുത്തുക. നിലവിൽ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പോലീസ് സെല്ലിലാണ് അഫാൻ. ആരോഗ്യനില സംബന്ധിച്ചുള്ള മെഡിക്കൽ റിപ്പോർട്ട് ലഭിക്കുന്നതോടെ ജയിലിലേക്ക് മാറ്റും. ജുഡീഷ്യൽ കസ്റ്റഡിയിൽ ഉള്ളതുകൊണ്ട് തന്നെ കസ്റ്റഡി അപേക്ഷ ഉടൻ നൽകുന്ന കാര്യവും അന്വേഷണ സംഘം ആലോചിക്കുന്നുണ്ട്. 3 ഇടങ്ങളിലായാണ് 5 കൊലപാതകങ്ങൾ നടന്നത്. ഇവിടങ്ങളിലടക്കം തെളിവെടുപ്പ് നടത്തേണ്ടതുണ്ട്. ന്യൂസ് 18 തിരുവനന്തപുരം. നിയമസഭയിൽ മുഖ്യമന്ത്രിയും രമേശ് ചെന്നിത്തലയും തമ്മിൽ ഏറ്റുമുട്ടി. സംസ്ഥാനത്ത് കുട്ടികളിലും യുവാക്കളിലും കൂടിവരുന്ന അക്രമ സംഭവങ്ങളെക്കുറിച്ചുള്ള ചർച്ചയ്ക്കിടെ TP കേസിലെ പ്രതികൾക്ക് കൊടുത്ത പരോളിന്റെ കണക്ക് വായിച്ചതാണ് പിണറായി വിജയനെ പ്രകോപിപ്പിച്ചത്. TP കേസിലെ 10 കുറ്റവാളികൾ 3 പേർക്ക് 1000-ലധികം ദിവസങ്ങൾ പരോൾ കൊടുത്തു സാർ ഈ ഗവൺമെന്റ്. KC രാമചന്ദ്രൻ 1081. തിരുവഞ്ചൂർ രാധാകൃഷ്ണന്റെ ചോദ്യത്തിന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അങ്ങ് കൊടുത്ത മറുപടിയാണ്. KC രാമചന്ദ്രൻ 1081 ദിവസം, ട്രൗസർ മനോജിന് 1061 ദിവസം, അണ്ണൻ സജിത്തിന് 1078 ദിവസം. ഏകദേശം ഈ കൊലപാതകികൾ 3 വർഷം ജയിലിന് പുറത്തായിരുന്നു. കാപ്പ കേസിലെ പ്രതിയെ പത്തനംതിട്ടയിൽ മാലയിട്ട് മുദ്രാവാക്യം വിളിക്കുന്ന ഒരു മന്ത്രിയെ കണ്ട് കേരളം ലജ്ജിച്ച് തലതാഴ്ത്തി സാർ. ഇദ്ദേഹം ഈ മിസ്റ്റർ ചീഫ് മിനിസ്റ്റർ എന്ന് പറഞ്ഞിട്ട് കുറെ ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ ഓരോന്നിനും ഞാൻ ഇടക്കിടക്ക് ഉത്തരം പറഞ്ഞുകൊണ്ടിരിക്കണോ? വേണമെങ്കിൽ അതാകാം, അതാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ. ഇപ്പൊ യൂത്തിന് എന്ത് സന്ദേശമാണ് നൽകുന്നത് പറഞ്ഞില്ലേ? യൂത്തിന് നൽകുന്ന ഈ സന്ദേശമാണോ നൽകേണ്ടത്? ഇപ്പൊ അദ്ദേഹം നടത്തിക്കൊണ്ടിരിക്കുന്ന സന്ദേശമാണോ നൽകേണ്ടത്? ഇപ്പൊ അദ്ദേഹം എന്താ നൽകിയത്? ഇതിലൂടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്താണ്? എന്തിനാണ് ഈ അവസരം ഉപയോഗിക്കുന്നത്? ഇത് സമൂഹം നേരിടുന്ന ഒരു വിപത്തിനെ നേരിടുന്ന രീതിയിലാണോ അദ്ദേഹം സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്? അതാണോ ശരിയായ രീതി? യാഥാർത്ഥ്യം മനസ്സിലാക്കാൻ കഴിയണം. ഇന്ന് നാട് നേരിടുന്ന പ്രശ്നം എന്താണെന്ന് മനസ്സിലാക്കാൻ കഴിയണം. ഇടക്കിടക്ക് മിസ്റ്റർ ചീഫ് മിനിസ്റ്റർ എന്ന് പറഞ്ഞ ഒരു ചോദ്യം ചോദിച്ചാൽ പാത്രം പോരാ. നിങ്ങളാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രി, നിങ്ങളാണ് കേരളത്തിന്റെ ആഭ്യന്തര വകുപ്പിന്റെ ചുമതലയുള്ളയാൾ. നിങ്ങളെ കുറ്റപ്പെടുത്തും.
അതിനെന്തിനാണ് അങ്ങ് ഇത്ര അസഹിഷ്ണുത കാണിക്കുന്നത്? അങ്ങേ കുറ്റപ്പെടുത്തും. വെറുതെ ഇങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല. സാർ, ഞാൻ എന്ത് പ്രസംഗിക്കണമെന്ന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി തീരുമാനിക്കേണ്ട. എനിക്ക് സംസാരിക്കാനുള്ള അധികാരമുണ്ട്. ആലപ്പുഴയിൽ നിർമ്മാണത്തിലിരിക്കുന്ന മേൽപ്പാലത്തിലെ ഗർഡറുകൾ ഇടിഞ്ഞ് താഴെ വീണ് അപകടം. ആൾത്തിരക്കുള്ള ബീച്ച് മേൽപ്പാലത്തിലെ 4 ഗർഡറുകളാണ് നിലംപതിച്ചത്. തല നാരിഴയ്ക്കാണ് വൻ അപകടം ഒഴിവായത്. ദേശീയപാതയുടെ നിർമ്മാണവുമായി ബന്ധപ്പെട്ടുള്ള ഭാഗത്തെ മേൽപ്പാലത്തിന്റെ ഗഡറാണ് ഇപ്പോൾ തകർന്ന് വീണിട്ടുള്ളത്. ദൃശ്യങ്ങൾ കാണുന്നത് പോലെ 4 ഗഡറുകൾ നീളത്തിൽ വീണിട്ടുണ്ട്. അതായത് അതിന്റെ ഒരു ഭാഗത്തെ ഒരു ജോയിന്റ് മുഴുവനായി താഴത്തേക്ക് വീണിട്ടുണ്ട്. ഒരു കർവ് വരുന്ന ഒരു ഭാഗത്താണ് ഇത്തരത്തിൽ വീണത്. എന്തായാലും നിലവിൽ ആളപായമില്ല എന്നുള്ള വിവരമാണ് നമുക്ക് ലഭിക്കുന്നത്. പക്ഷേ എങ്ങനെയാണ് ഇത് വീണത്, അതായത് ഇത്രയും സുരക്ഷയോടെ ചെയ്യുന്ന ഒരു വിഷയത്തിനകത്ത് എങ്ങനെയാണ് സംഭവിച്ചത് എന്നുള്ളതിനെ സംബന്ധിച്ച് ആശങ്ക ഉയരുന്നുണ്ട്. ഈ പ്രദേശത്ത് നിരവധി ആളുകളും ഇപ്പോൾ ഉണ്ട്. സാധാരണഗതിയിൽ നല്ല തിരക്കുള്ളൊരു സമയമാണ്. ഒരുപക്ഷെ ഈ സമയം ആയതുകൊണ്ടായിരിക്കണം ഒരുപക്ഷെ അങ്ങനെ ഒരു ആളുകൾ ഇതിനടിയിലേക്ക് ഉണ്ടായിരുന്ന ഓട്ടോറിക്ഷ തൊഴിലാളികളൊക്കെ തന്നെ പറയുന്നത് ഇവിടെ ചില ആളുകൾ ഇവിടെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. ശബ്ദം കേട്ടാ ശ്രദ്ധിക്കുന്നത്. അതുപോലെ വീണൊന്നും നമുക്ക് കാണാൻ പറ്റില്ല. ഒറ്റ അടിക്കാണോ ഇത്രയും 4 വീണത്? ഒറ്റടിക്ക് വേണം. ഇത് ഈ സമയത്ത് ഇവിടെ ആരെങ്കിലും ഉണ്ടായിരുന്നോ? ഒരു പയ്യൻ വെള്ളം കുടിക്കുന്നുണ്ടായിരുന്നു, 2 പേര് മേളിൽ നിൽപ്പുണ്ടായിരുന്നു. നിർമ്മാണം നടക്കുന്നുണ്ടായിരുന്നു. ആളപായമില്ലെന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. പക്ഷേ ഒരു തലനാരിഴയ്ക്ക് രക്ഷപ്പെട്ടു എന്ന് പറയുന്നതായിരിക്കും. വലിയ തിരക്കുള്ളൊരു സ്ഥലം കൂടിയാണ്. തിരക്കിനേക്കാൾ ഉപരി ഇവിടുത്തെ വീടുകളിൽ സ്ഥലമെടുപ്പ് നടത്തിയപ്പോൾ വീടുകളുടെ അതിർത്തിയോട് ചേർത്താണ് സ്ഥലമെടുപ്പ് നടന്നത്. കുട്ടികൾ ഓടിക്കളിച്ചിരുന്ന വീടുമുറ്റമാണ് യഥാർത്ഥത്തിൽ ഇപ്പോൾ ബൈപ്പാസ് വന്നിരിക്കുന്നത്. വ്യക്തമായിട്ടുള്ള നിർമ്മാണ രംഗത്തിലെ പാളിച്ചകൾ തന്നെയാണ് ഇതുണ്ടായിരിക്കുന്നത്. വ്യക്തമായ ക്യൂറിംഗ്, ഏതാ സമയം വെള്ളം പമ്പ് ചെയ്യാനോ മറ്റുള്ള ശ്രമങ്ങളൊന്നും ചെയ്യാറില്ല. മേൽപ്പാലത്തിന്റെ ഭാഗമായി നിർമ്മിച്ചിട്ടുള്ള ഗഡറുകളാണ് ഈ ഒരൊറ്റ ലാപ്പിനകത്ത് 4 ഗഡറുകളാണ് ഉണ്ടായിരുന്നത്. ഈ 4 ഗഡറുകളാണ് ഇപ്പോൾ നിലം പതിച്ചിരിക്കുന്നത്. വീഴ്ചയിൽ നമുക്കറിയാം അതിന്റെ നടുഭാഗം കുത്തിയാണ് വീണിരിക്കുന്നത്. ഇവിടെ നിന്ന് ദൃക്സാക്ഷികൾ പറയുന്നത് വലിയ ശബ്ദത്തോടു കൂടിയാണ് ഇത് താഴത്തേക്ക് വീണത് എന്നുള്ളതാണ്. പ്രശസ്ത വൃക്കരോഗ വിദഗ്ധൻ ജോർജ് പി എബ്രഹാമിനെ മരിച്ച നിലയിൽ കണ്ടെത്തി. നെടുമ്പാശ്ശേരിക്ക് അടുത്ത് തുരുത്തിശ്ശേരിയിലെ സ്വന്തം ഫാം ഹൌസിലാണ് ആത്മഹത്യ ചെയ്ത നിലയിൽ കണ്ടെത്തിയത്. ഫാം ഹൌസിൽ നിന്നും ആത്മഹത്യാക്കുറിപ്പ് കണ്ടെടുത്തു. പ്രായാധിക്യമായെന്നും ആരോഗ്യ പ്രശ്നങ്ങളുണ്ടെന്നും ആത്മഹത്യാക്കുറിപ്പിൽ പറയുന്നു. ഇന്നലെ രാത്രിയാണ് ജോർജ് പി അബ്രഹാമിനെ വീട്ടിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ഇന്നലെ രാവിലെ ഇവിടേക്ക് എത്തിയ ഇത് അദ്ദേഹത്തിൻ്റെ ഫാം ഹൗസാണ്, അങ്കമാലി നെടുമ്പാശ്ശേരിക്ക് സമീപം. ഇവിടേക്ക് സാധാരണഗതിയിൽ ഞായറാഴ്ചകളിൽ ഇവിടേക്ക് ഒഴിവു ദിവസങ്ങളിലും ഇവിടേക്ക് എത്താറുണ്ടെന്നാണ് പരിസരത്തുള്ളവർ പറയുന്നത്. ഇവിടേക്ക് കുടുംബാംഗങ്ങളും അത് തന്നെ സ്ഥിരീകരിക്കുന്നു. ഈ ദിവസങ്ങളിൽ ഇവിടെ ഒഴിവു ദിവസങ്ങളിൽ ഇവിടെ പൂർണ്ണമായും ചെലവഴിച്ച ശേഷം തിരിച്ചു പോകുന്ന രീതിയാണ് അദ്ദേഹത്തിനുള്ളത്. ഇന്നലെ അതിനനുസരിച്ച് ഇവിടേക്ക് വരികയും അദ്ദേഹത്തിനൊപ്പം ഉണ്ടായിരുന്ന അനുജനെ തിരിച്ച് വിടുകയും ചെയ്തിരുന്നു. വൈകിട്ടും അദ്ദേഹത്തെ കാണാതായതിനെ തുടർന്ന് ഇവിടേക്ക് വിളിച്ചപ്പോഴും ഫോണിലും ലഭ്യമായിരുന്നില്ല. ഇതിനെ തുടർന്നാണ് മകൻ ഇവിടേക്ക് അന്വേഷിച്ചെത്തുന്നത്. ഇവിടേക്ക് എത്തുമ്പോൾ മുകളിലേക്കുള്ള ഈ സോളാർ പാനലുകൾ ഘടിപ്പിച്ചിട്ടുള്ള ആ വഴിയിൽ അതിൻ്റെ ഒരു സ്റ്റെയറിൽ പ്ലാസ്റ്റിക് ചരടിൽ തൂങ്ങി മരിച്ച നിലയിലാണ് കണ്ടെത്തിയത്. തുടർന്ന് പോലീസ് എത്തി നടപടികൾ തുടർ നടപടികൾ സ്വീകരിക്കുകയും ചെയ്തു. അതിൽ അദ്ദേഹത്തിൻ്റെ ഷർട്ടിൻ്റെ പോക്കറ്റിൽ നിന്ന് അതിൻ്റെ ഒരു ആത്മഹത്യാക്കുറിപ്പ് പോലീസിനെ കണ്ടുകിട്ടിയിട്ടുണ്ട്. അതിൽ എഴുതിയിരിക്കുന്നത് എങ്ങനെയാണ്, തനിക്ക് പ്രായം ആയി, ഒപ്പം തന്നെ ഇപ്പോൾ ചികിത്സാ രംഗത്ത് തനിക്കത് ശ്രദ്ധിക്കാൻ കഴിയാത്ത രീതിയിലേക്ക് തന്നെ ചില രോഗാവസ്ഥകളും അലട്ടുന്നുണ്ട്. കുറച്ച് നാൾ മുൻപ് നട്ടെല്ലിന് ശസ്ത്രക്രിയ അദ്ദേഹം ചെയ്തിരുന്നു. ഇതിനുശേഷം കൂടുതൽ സമയം നിൽക്കാൻ കഴിയാത്തൊരു സ്ഥിതിയെല്ലാം ഉണ്ട്. കൈക്ക് വിറയൽ അനുഭവപ്പെടുന്നു. അപ്പോൾ ശസ്ത്രക്രിയ അടക്കം അദ്ദേഹത്തിന് ശ്രദ്ധിക്കാൻ കഴിയാത്ത രീതിയിലേക്ക് കാര്യങ്ങൾ വന്നു. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ വല്ലാതെ തന്നെ നിരാശപ്പെടുത്തിയിട്ടുണ്ട് ജീവിതത്തെ എന്ന് അത് ഇതിൽ നോട്ടിൽ കുറിക്കുന്നുണ്ട്, ആത്മഹത്യാക്കുറിപ്പിൽ സൂചിപ്പിക്കുന്നുണ്ട്. ഇത് പോലീസ് കണ്ടെടുത്തിട്ടുണ്ട്. കുടുംബാംഗങ്ങളുടെ കാര്യങ്ങളെല്ലാം തന്നെ പങ്കുവച്ചിട്ടുണ്ട്. മറ്റ് ദുരൂഹതകളോ പരാതികളോ ഇല്ല എന്നുള്ള നിലപാടിലാണ് ഇപ്പോൾ പോലീസുള്ളത്. കുടുംബാംഗങ്ങളും അത് പറയുകയും ചെയ്യുന്നുണ്ട്. നിലവിൽ മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിന് വേണ്ടി കൊണ്ടുപോയിരിക്കുകയാണ്. കളമശ്ശേരി മെഡിക്കൽ കോളേജിലാണ് പോസ്റ്റ്മോർട്ടം നടപടികൾ ഉള്ളത്. അതിനുശേഷം വസതിയിലേക്ക് കൊണ്ടുപോവുകയും ചെയ്യും. വളരെ ഈ ചികിത്സാ രംഗത്ത്, പ്രത്യേകിച്ച് ഈ സർജറി, വൃക്ക മാറ്റിവെക്കൽ, ശസ്ത്രക്രിയാ രംഗത്തെല്ലാം തന്നെ വളരെയധികം കഴിവ് തെളിയിച്ചിട്ടുള്ള, പ്രാഗൽഭ്യം തെളിയിച്ചിട്ടുള്ള ഒരാളാണ് ഡോക്ടർ ജോർജ് പി അബ്രഹാം. 3000-ലധികം ശസ്ത്രക്രിയകൾ, വൃക്ക മാറ്റിവെക്കൽ ശസ്ത്രക്രിയകൾ അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ തന്നെ നടന്നിട്ടുണ്ട്. കേരളത്തിൽ ആദ്യത്തെ ഈ ശസ്ത്രക്രിയയും അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ തന്നെയായിരുന്നു. അങ്ങനെ വലിയ രീതിയിൽ കഴിവ് തെളിയിച്ചിട്ടുള്ള ഒരാളുടെ അപ്രതീക്ഷിതമായ വിയോഗം
വളരെയധികം ഞെട്ടലുണ്ടാക്കിയിരിക്കുകയാണ് സമൂഹത്തിൽ. അദ്ദേഹത്തിൻ്റെ നിരവധിയായ സുഹൃത്തുക്കൾ, രോഗികൾ, ഇങ്ങനെ എല്ലാവരും തന്നെ ആ ഒരു ഞെട്ടലിൽ നിന്ന് മാറിയിട്ടില്ല. കാരണം ഇങ്ങനെ ജീവിതം അവസാനിപ്പിക്കുന്നു എന്ന് പറയുന്നത് അവർക്ക് ഉൾക്കൊള്ളാൻ കഴിയാത്ത രീതിയിലേക്കാണ് കാര്യങ്ങളുള്ളത്. ആയാലും മറ്റു നടപടികൾ പുരോഗമിക്കുന്നത്. ഇതിൻ്റെ സംസ്കാര ചടങ്ങുകൾ നടക്കുന്നത് നാളെയാണ്. നാളെ സ്വദേശമായ ബ്രഹ്മപുരത്തെ പള്ളിയിലാണ് അദ്ദേഹത്തിൻ്റെ ഈ ചടങ്ങുകൾ നടക്കുന്നത്. സെൻറ്റ് ജോർജ് യാക്കോബായ പള്ളിയിൽ ഉച്ചയ്ക്ക് ശേഷമാണ് ഈ കർമ്മങ്ങൾ നടക്കുന്നത്. ഇന്ന് പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മൃതദേഹം വസതിയിലേക്ക് കൊണ്ടുപോകും. അതിനുശേഷം പൊതുദർശനത്തിനുള്ള ക്രമീകരണങ്ങൾ അവിടെ ചെയ്തിരിക്കുന്നുണ്ട്. എന്തായാലും അദ്ദേഹത്തിൻ്റെ ഈ ഒരു ആത്മഹത്യ ഇത് വളരെയധികം ഞെട്ടലുണ്ടാക്കിയിരിക്കുന്നു. നെടുമ്പാശ്ശേരി പോലീസിൻ്റെ നേതൃത്വത്തിലാണ് മറ്റ് കാര്യങ്ങൾ ഇത് സംബന്ധിയായ പ്രാഥമികമായ അന്വേഷണങ്ങളും മറ്റും നടന്നത്. സമരം കടുപ്പിച്ച് ആശാവർക്കർമാർ. സമരത്തിന്റെ 22ാം ദിവസം ആശാവർക്കർമാരുടെ നേതൃത്വത്തിൽ നിയമസഭയിലേക്ക് മാർച്ച് നടത്തി. വിവിധ ജില്ലകളിൽ നിന്നുള്ള 100-ലധികം ആശാവർക്കർമാർ മാർച്ചിൽ അണിനിരന്നു. ഓണറേറിയം വർദ്ധിപ്പിക്കുക, വിരമിക്കൽ ആനുകൂല്യം പ്രഖ്യാപിക്കാതെ ആശമാരെ പിരിച്ചുവിടാനുള്ള ഉത്തരവ് പിൻവലിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ അംഗീകരിക്കാതെ സമരത്തിൽ നിന്ന് പിന്നോട്ടില്ല എന്ന് ആശാവർക്കർമാർ ആവർത്തിച്ചു. ആളുകൾ ഇനിയും വന്നുകൊണ്ടിരിക്കുകയാണ്. ഇതെല്ലാം ആശാവർക്കർമാരാണ്. എവിടെ നിന്നും ഞങ്ങൾ ഇറക്കുമതി ചെയ്ത ആളുകളല്ല. അതാണ് ഈ വികാരം കാണുന്നത്. കേരളത്തിലെ മുഴുവൻ മനുഷ്യരും ഞങ്ങളെ പിന്തുണയ്ക്കുകയാണ്. മനുഷ്യത്വമുള്ള മുഴുവൻ ആളുകളും ഞങ്ങളെ പിന്തുണയ്ക്കുകയാണ്. തീർച്ചയായിട്ടും ചർച്ച ചെയ്യണമല്ലോ. കാരണം ഇത് ജനാധിപത്യപരമായി തെരഞ്ഞെടുക്കപ്പെട്ട ഗവൺമെന്റ് അല്ലേ. ഞങ്ങൾ വളരെ സമാധാനപരമായി ചെയ്യുന്ന സമരമാണ്. തീർച്ചയായിട്ടും ചർച്ച ചെയ്തേ മതിയാവുള്ളൂ. പരിഹരിക്കണം. അങ്ങനെയില്ല. മന്ത്രി വീണ്ടും നിയമസഭയ്ക്കകത്ത് കള്ളം പറയാണ്. കഷ്ടമെന്നേ പറയാനുള്ളൂ. അവരാ ഒരു മാസം ഓണറേറിയം കൊടുക്കും, പിന്നെ ഒരു മാസം ഇൻസെന്റീവ് കൊടുക്കും. എങ്ങനെയാണ് ഒരു മാസം ഈ വരുമാനം എന്ന് അവർ പറയുന്നത് മനസ്സിലാവുന്നില്ല. അവരൊക്കെ ഒന്ന് കാണട്ടെ. ലക്ഷങ്ങൾ കൊടുക്കാൻ ഫണ്ടുണ്ട്. ആശമാർക്ക് നിസ്സാരം ഒരു ദിവസം 700 രൂപ ചോദിച്ചിട്ട് തരാൻ ഇവർക്ക് ഫണ്ടില്ല. അപ്പൊ അവരൊന്ന് ആലോചിക്കണം. നമ്മള് രാപ്പകലില്ലാതെ കഷ്ടപ്പെടുന്നവരാണ്. നമ്മള് ആരോഗ്യം നഷ്ടപ്പെട്ടവരാണ് നമ്മള്. പിന്നെ 62ാമത്തെ വയസ്സിൽ പിരിഞ്ഞു പോകുമ്പോൾ 5 ലക്ഷം രൂപ ഞങ്ങൾ ചോദിക്കുന്നത് ഒരു നഷ്ടമാണോ അവർക്ക് എന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവിതകാലം മുഴുവൻ നമ്മൾ ആരോഗ്യവകുപ്പിന് വേണ്ടി നമ്മുടെ എല്ലാം ചെലവഴിച്ചിട്ട് അവസാനം പല അവസ്ഥയിലായിട്ടാണ് ഓരോരുത്തർ റിട്ടയർമെന്റ് ആവുന്നത്. സമരത്തിന് പ്രതിപക്ഷവും പിന്തുണ പ്രഖ്യാപിച്ചു. DCCയുടെ നേതൃത്വത്തിൽ സമരപന്തലിലേക്ക് ഐക്യദാർഢ്യ മാർച്ച് നടത്തി. ശത്രുക്കളെ പോലെയാണ് സർക്കാർ പെരുമാറുന്നതെന്നും ഭീഷണിപ്പെടുത്തിയാൽ മുട്ടുമടക്കുമെന്ന് കരുതേണ്ടെന്നും പ്രതിപക്ഷ നേതാവ് VD സതീശൻ പറഞ്ഞു. ഇപ്പോൾ അവരെ ശത്രുക്കളെ പോലെ കാണുകയാണ്. ഇപ്പൊ അവരെ പരിഹസിക്കാൻ വേണ്ടി ഒരു തൊഴിലാളി സംഘടന വേറെ പരിപാടി നടത്തുന്നു. എല്ലാ ദിവസവും ആശാവർക്കർമാരാണ് കേരളത്തിന്റെ പൊതുശത്രുക്കൾ എന്നുള്ള നിലയിൽ ഈ സംസ്ഥാനം ഭരിക്കുന്ന ഗവൺമെന്റും അതിന് നേതൃത്വം കൊടുക്കുന്ന രാഷ്ട്രീയ പാർട്ടികളുമെല്ലാം ഇവരെ ശത്രുക്കളായി കണ്ട് അവർക്കെതിരായിട്ടുള്ള പ്രസ്താവനകളാണ് ഇറക്കുന്നത്. സമരം UDF ഏറ്റെടുക്കുമെന്ന് KPCC അധ്യക്ഷൻ K സുധാകരൻ പ്രതികരിച്ചു. ഈ സമരം അവസാനിപ്പിക്കില്ല. സഹോദരിമാരുടെ സമരത്തോടൊപ്പം ഒട്ടുനിന്നുകൊണ്ട് കോൺഗ്രസിന്റെ പ്രവർത്തകന്മാർ ഈ സമരം ഏറ്റെടുത്തിരിക്കുന്നു. മനുഷ്യത്വം കാണിക്കാത്തൊരു സർക്കാർ. ഞാൻ ചോദിക്കട്ടെ, അർദ്ധരാത്രി മഴ പെയ്യുമ്പോ ഒരു ചെറിയ പന്തൽ രാത്രി പോലീസുകാർ അത് കംപ്ലീറ്റ് പൊട്ടിച്ച് മാറ്റി മഴയെ തിരിക്കേണ്ട ഗതികേട് ഈ കൊച്ചു കേരളത്തിൽ ഒരു തൊഴിലാളി വർഗത്തിന് അങ്ങനെ ഒരു അവസരം ഉണ്ടാകേണ്ടി വന്നു എന്ന് പറഞ്ഞാൽ നമുക്കത് സഹിക്കോ? നമുക്കത് ഉൾക്കൊള്ളാൻ സാധിക്കോ? അതൊരു പരിഷ്കൃത സമൂഹത്തിന്റെ ലക്ഷണമാണോ? ആശാവർക്കർമാർ നേരിടുന്ന പ്രശ്നം MP-മാർ പാർലമെന്റിൽ ഉന്നയിക്കണമെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ്. ആശാവർക്കർമാർക്ക് ഏറ്റവും കൂടുതൽ ഓണറേറിയം നൽകുന്ന സംസ്ഥാനം കേരളമാണ്. എന്നാൽ ചില മാധ്യമങ്ങൾ തെറ്റിദ്ധാരണ പരത്തുന്നു. നിരന്തരം ആവശ്യപ്പെട്ടിട്ടും കേന്ദ്രം നൽകാനുള്ള 100 കോടി രൂപ അനുവദിക്കുന്നില്ലെന്ന് വീണ ജോർജ് നിയമസഭയിൽ പറഞ്ഞു. ഈ സ്കീം സംബന്ധിച്ച കാര്യങ്ങളിൽ കാതലായ മാറ്റം വേണമെന്ന് പറഞ്ഞു. സർ, 2023-24 സാമ്പത്തിക വർഷം, അതായത് കഴിഞ്ഞ സാമ്പത്തിക വർഷം ആശമാർക്ക് കൊടുക്കേണ്ടിയിരുന്ന 100 കോടി രൂപയിൽ 1 രൂപ പോലും കേന്ദ്രം നൽകിയിട്ടില്ല. സർ, 1 രൂപ പോലും നൽകിയിട്ടില്ല. സർ, നാം വളരെ ഗൗരവത്തോടെ കാണേണ്ട ഒരു വിഷയമാണ്. അന്ന്, അതായത് കമ്മിറ്റഡ് ആയിട്ടുള്ളൊരു കാര്യമാണ്. ഒരു സാമ്പത്തിക വർഷത്തിന്റെ തുടക്കത്തിൽ കേന്ദ്രം പറയും ഇത്ര കോടി രൂപ നിങ്ങൾക്ക് തരും. ഇതിൽ 60% കേന്ദ്രം തരും, 40% സംസ്ഥാനം നൽകും. ഞാൻ ഇൻസെന്റീവിന്റെ കാര്യം പറഞ്ഞല്ലോ സർ. അത് കേന്ദ്രം മാത്രമല്ല നൽകുന്നത്. ഫിക്സഡ് ഇൻസെന്റീവും മറ്റ് ഇൻസെന്റീവും കേന്ദ്രവും സംസ്ഥാനവും 60-40 അനുപാതത്തിലാണ് നൽകുന്നത്.
ഈ പറഞ്ഞ തുകകളെല്ലാം തന്നെ 7,000 രൂപ സംസ്ഥാനം മാത്രം നൽകുന്ന ഓണറേറിയമാണ്. സാർ, ഈ 100 കോടി രൂപ കേന്ദ്രം നൽകിയില്ല എന്നുള്ളത് മാത്രമല്ല, ഇത് സംബന്ധിച്ച് തുടർച്ചയായിട്ടുള്ള ആവശ്യങ്ങൾ കേന്ദ്രത്തിന്റെ മുന്നിൽ ഈ അഭ്യർത്ഥനകൾ നടത്തിയിരുന്നെങ്കിലും അതിൽ അനുഭാവപൂർണ്ണമായിട്ടുള്ളൊരു നിലപാട് ഉണ്ടായിട്ടില്ല. അക്കാര്യം സാക്ഷാത്കരിച്ചിട്ടുമില്ല എന്നുള്ളത് കൂടി ഈ സഭയെ ഞാൻ അറിയിക്കാനായിട്ട് ആഗ്രഹിക്കുന്നു. സാർ, കോട്ടയം നഴ്സിംഗ് കോളേജ് റാഗിങ്ങിൽ കുറ്റക്കാരായ വിദ്യാർത്ഥികളെ പുറത്താക്കുമെന്ന് മന്ത്രി വീണ ജോർജ്. 2 ദിവസത്തിനുള്ളിൽ ഉത്തരവിറങ്ങും. സംഭവത്തിൽ കോളേജ് അധികൃതർക്ക് വീഴ്ചയുണ്ടായതായും മന്ത്രി പറഞ്ഞു. സർ, കോട്ടയം സർക്കാർ നഴ്സിംഗ് കോളേജിലെ ഇത് GNM-ന്റെ ബാച്ചാണ് സാർ. 2024 GNM ബാച്ച് വിദ്യാർത്ഥികളുടെ കോഴ്സ് ആരംഭിച്ചത് 4/11/2024 സാർ. സാർ, ഇതില് കോളേജ് അധികൃതർക്ക് വീഴ്ച പറ്റിയിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് ആരോഗ്യവകുപ്പ് കണ്ടെത്തിയിട്ടുള്ളത് സാർ. അതിന്റെ അടിസ്ഥാനത്തിൽ നടപടിയും എടുത്തിട്ടുണ്ട് സാർ. സാർ, അവിടെ പ്രിൻസിപ്പലിനെയും അതോടൊപ്പം തന്നെ അവിടെ ചുമതലയുണ്ടായിരുന്ന അസിസ്റ്റന്റ് പ്രൊഫസറെയും അസിസ്റ്റന്റ് വാർഡന്റെ ചുമതലയുണ്ടായിരുന്ന വ്യക്തിയെയും സസ്പെൻഡ് ചെയ്തിട്ടുണ്ട് സാർ. സ്വകാര്യ സർവകലാശാല CPM നയമല്ലെന്ന് MV ഗോവിന്ദൻ. വേറെ വഴിയില്ലാത്തതുകൊണ്ടാണ് ഇടതുമുന്നണി സർക്കാർ ഇത് നടപ്പിലാക്കുന്നതെന്ന് CPM സംസ്ഥാന സെക്രട്ടറി വ്യക്തമാക്കി. ന്യൂസ് 8-ന് അനുവദിച്ച അഭിമുഖത്തിലാണ് ഈ തുറന്നു പറച്ചിൽ. പിണറായി വിജയൻ വീണ്ടും മത്സരിക്കുമോ എന്ന കാര്യത്തിൽ ഉണ്ടെന്നോ ഇല്ലെന്നോ വ്യക്തമായി പറയാൻ അദ്ദേഹം തയ്യാറായില്ല. വിദേശ സർവകലാശാല വേണ്ടെന്നാണ് ഞങ്ങൾ ആഗ്രഹം. പക്ഷേ ഞങ്ങൾ പറഞ്ഞതുകൊണ്ട് മാത്രം വിദേശ സർവകലാശാല വരാതിരിക്കില്ല ഇവിടെ. അതേന്ന് നിങ്ങൾ സ്വാശ്രയം ആരംഭിച്ചു കഴിഞ്ഞാൽ പിന്നെ സ്വാശ്രയം വേണ്ടെന്ന് പറഞ്ഞാൽ മുമ്പോട്ടേക്ക് പോകാൻ പറ്റില്ലല്ലോ. അതല്ലേ ഞാൻ പറഞ്ഞത്, പരിമിതി അതാണ്. ഞങ്ങൾ നിലപാടുകൾ മുന്നോട്ടേക്ക് വെക്കുകയാണ്. നിലപാടുകൾ ചിലത് ഞങ്ങളുടെ നിലപാട് തന്നെ ഞങ്ങൾക്ക് നടപ്പിലാക്കാനാവാത്ത സാഹചര്യം വരുന്നുണ്ട്. അത് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ സമീപനത്തിൻ്റെ ഭാഗമായിട്ട് ഞാൻ പറഞ്ഞ പോലെ യൂണിവേഴ്സിറ്റി നിങ്ങൾ ആരും സീറ്റിലാണെങ്കിലും യൂണിവേഴ്സിറ്റി വരുന്നു. അല്ലല്ല ഞങ്ങൾ അല്ലല്ല നിർബന്ധിക്കപ്പെടുകയാണ്. അതാ കാര്യം. CPIM നിലപാട് അല്ലെങ്കിൽ CPIയുടെ നിലപാട് രാഷ്ട്രീയ പാർട്ടി എന്ന രീതിയിൽ നടപ്പിലാക്കുന്ന ഒരു ഗവൺമെൻറ്റാണ് ഈ ഇടതുപക്ഷ മുന്നണി ഗവൺമെൻറ് എന്ന് ധരിച്ചതേ തെറ്റ്. അതാദ്യം മനസ്സിലാക്കാതെ കൊണ്ടാണ് ഈ അബദ്ധത്തിലേക്ക് മുഴുവൻ ചെന്ന് ചാടുന്നത്. CPIM-ന്റെ രാഷ്ട്രീയ നിലപാടല്ല ഇടതുപക്ഷ മുന്നണി ഗവൺമെൻറ് നടപ്പിലാക്കുന്നത്. അത് തന്നെയാണ് അന്നും പറഞ്ഞത്. അപ്പോൾ അങ്ങനെ ഇല്ല ഞങ്ങൾ പ്രതിപക്ഷത്തിരിക്കുമ്പോഴും ഭരണപക്ഷത്തിരിക്കുമ്പോഴും ഒക്കെ ഞങ്ങൾക്ക് വ്യക്തമായ ധാരണയുണ്ട്. ഞങ്ങൾ മുന്നോട്ടേക്ക് വെക്കുന്ന രാഷ്ട്രീയ നിലപാടുകൾ നടപ്പിലാക്കാൻ സാധിക്കുന്ന ഒരു ഗവൺമെൻറ് അല്ല സംസ്ഥാന ഗവൺമെൻറ്. നയിക്കുന്നയാൾ തന്നെ മാറേണ്ട കാര്യം ഇപ്പോഴും നമ്മുടെ മുമ്പിലില്ലല്ലോ. ഇപ്പോൾ നയിച്ചുകൊണ്ടിരിക്കുന്ന പിണറായി വിജയനെയാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് നയിച്ചുകൊണ്ടിരിക്കുന്ന ഗവൺമെൻറ് ഇനി അതിൻ്റെ തുടർച്ച വരുമ്പോൾ അന്നത്തെ പരിസ്ഥിതിയിലാണ് തീരുമാനിക്കുക. സ്വകാര്യ സർവകലാശാല ബില്ലിനെതിരെ പ്രതിപക്ഷ നേതാവ് VD സതീശൻ. ഒരു നിയന്ത്രണവുമില്ലാതെ സ്വകാര്യ സർവകലാശാലകൾക്ക് പ്രവർത്തിക്കാനാകുമെന്നതാണ് സ്ഥിതി. അവ്യക്തതകളുടെ കൂടാരമാണ് ബില്ല് സെലക്ട് കമ്മിറ്റിക്ക് അയക്കണം. അക്കാദമിക് യോഗ്യതയോ നിലവാരമോ ഇല്ലാത്ത ഒരാൾക്ക് അഡ്മിഷൻ നൽകാമെന്ന വ്യവസ്ഥ ഉണ്ടെന്നും VD സതീശൻ പറഞ്ഞു. ഞങ്ങൾ ആവശ്യപ്പെടുന്നത് ഈ സ്വകാര്യ സർവകലാശാല ബില്ല് സെലക്ട് കമ്മിറ്റിക്ക് അയക്കണം. ഗൗരവതരമായ ചർച്ച നടത്തിയിട്ട് വേണം ഇത് കൊണ്ടുവരാൻ വേണ്ടിയിട്ടെന്നാണ്. ഇനി സ്വകാര്യ സർവകലാശാലകളെ ശക്തിപ്പെടുത്തുമ്പോൾ പൊതു സർവകലാശാലകളെ ദുർബലപ്പെടുത്തുന്ന സർക്കാരിൻ്റെ ഡിപ്പാർട്ട്മെൻ്റ് ആക്കി മാറ്റുന്ന ബില്ലാണ് 2-3 ബില്ല് സർവകലാശാല ബില്ലുകൾ. നേതൃനിരയിൽ അഴിച്ചുപണിക്കൊരുങ്ങി CPM. CPM സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ വലിയ അഴിച്ചുപണിക്കാണ് കളമൊരുങ്ങുന്നത്. PK ശ്രീമതി, AK ബാലൻ തുടങ്ങിയ പ്രമുഖർ വഴിമാറേണ്ടി വരും. കണ്ണൂരിൽ നിന്ന് P ജയരാജൻ ഇത്തവണയെങ്കിലും സെക്രട്ടേറിയറ്റിലെത്തുമോ എന്ന് കണ്ടറിയണം. MP രാജേഷിനെ സെക്രട്ടേറിയറ്റിൽ ഉൾപ്പെടുത്തും. പുതിയ 5 ജില്ലാ സെക്രട്ടറിമാർക്ക് പുറമെ യുവാക്കളടക്കം കൂടുതൽ പുതുമുഖങ്ങൾ സംസ്ഥാന സമിതിയിലും എത്തും. എറണാകുളത്ത് തുടങ്ങിവെച്ച നേതൃത്വത്തിലെ തലമുറ മാറ്റം കൊല്ലത്ത് അടുത്ത ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. KR ഗൗരിയമ്മയ്ക്കും സുശീല ഗോപാലിനും ശേഷം CPM-ന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റിലെ അംഗമായ വനിതാ നേതാവാണ് PK ശ്രീമതി. പതിറ്റാണ്ടുകളായി CPM-ന്റെ നേതൃത്വ വേദികളിൽ നിറഞ്ഞു നിൽക്കുന്ന ശ്രീമതി ഇത്തവണ ഒഴിയേണ്ടി വരും. കേന്ദ്ര കമ്മിറ്റി അംഗം കൂടിയായ AK ബാലനാണ് പ്രായപരിധി നിബന്ധനയുടെ പേരിൽ വഴിമാറേണ്ടി വരുന്ന മറ്റൊരു പ്രമുഖൻ. എറണാകുളം സമ്മേളനത്തിൽ സംസ്ഥാന സെക്രട്ടേറിയറ്റിലെത്തിയ ആനാവൂർ നാഗപ്പനും 75 പിന്നിട്ടു. അടുത്ത മെയ്യിൽ 75 വയസ്സാകുന്ന EP ജയരാജനും ജൂണിൽ 75 വയസ്സ് പൂർത്തിയാക്കുന്ന മുന്നണി കൺവീനർ TP രാമകൃഷ്ണനും ഒരു ടേം കൂടി തുടർന്നേക്കും. കണ്ണൂരിൽ നിന്നുള്ള KK ശൈലജയോ ആലപ്പുഴയിൽ നിന്നുള്ള CS സുജാതയോ സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ ശ്രീമതിക്ക് പകരക്കാരിയാകും. P ജയരാജനെ മറികടന്ന മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി P ശശി സംസ്ഥാന സെക്രട്ടേറിയറ്റിലും എത്തുമെന്ന് കരുതുന്നവർ ഏറെയാണ്. ഇവർ രണ്ടുമല്ലെങ്കിൽ ജില്ലാ സെക്രട്ടറി MV ജയരാജനാണ് കണ്ണൂരിൽ നിന്ന് സാധ്യതയുള്ള മറ്റൊരു നേതാവ്.
മന്ത്രി എം പി രാജേഷ് സംസ്ഥാന സെക്രട്ടേറിയറ്റിലെത്തുമെന്ന് ഉറപ്പാണ്. എം വിജയകുമാറാണ് സീനിയറെങ്കിലും തിരുവനന്തപുരത്ത് നിന്ന് കടകംപള്ളി സുരേന്ദ്രനാണ് സാധ്യത കൂടുതൽ. കഴിഞ്ഞ സംസ്ഥാന സമ്മേളനത്തിൽ പ്രതിനിധിയല്ലാതിരുന്നിട്ടും സംസ്ഥാന സമിതിയിലേക്ക് വന്ന വി ജോയിയെ സെക്രട്ടേറിയറ്റിലേക്ക് ഉയർത്തിയാലും അത്ഭുതപ്പെടാനില്ല. ജില്ലാ സെക്രട്ടറി സ്ഥാനത്ത് 3 ടേം പൂർത്തിയാക്കിയ പി മോഹനൻ, കെ പി ഉദയഭാനു എന്നിവരും സെക്രട്ടേറിയറ്റ് പ്രവേശനം ആഗ്രഹിക്കുന്നവരാണ്. എറണാകുളം ജില്ലാ സെക്രട്ടറി സി എൻ മോഹനനെയും പരിഗണിച്ചേക്കാം. പുതിയ ജില്ലാ സെക്രട്ടറിമാരിൽ രാജു എബ്രഹാം ഒഴികെ 5 പേരും സംസ്ഥാന സമിതിയിലില്ല. ഇവരെ പ്രൊമോട്ട് ചെയ്യും. MLA-മാരിൽ പി പി ചിത്തരഞ്ജൻ, എം നൌഷാദ് എന്നിവർക്ക് സംസ്ഥാന സമിതിയിലേക്ക് സാധ്യതയേറെയാണ്. ഡിവൈഎഫ്ഐയുടെ സംസ്ഥാന സെക്രട്ടറി വി കെ സനോജും പ്രസിഡന്റ് വസീഫും യുവജന പ്രാതിനിധ്യമായി കമ്മിറ്റിയിലെത്തിയേക്കാം. ആതിഥേയ ജില്ലയായ കൊല്ലത്തു നിന്ന് ഡിവൈഎഫ്ഐ സംസ്ഥാന ട്രഷറർ അരുൺ ബാബുവിനെയും പരിഗണിക്കാനിടയുണ്ട്. പാർട്ടിക്ക് നാണക്കേടുണ്ടാക്കിയ കരുനാഗപ്പള്ളിയിലെ വിഭാഗീയതയുടെ പേരിൽ സൂസൻ കോടിയെ സംസ്ഥാന സമിതിയിൽ നിന്ന് ഒഴിവാക്കിയേക്കുമെന്നാണ് സൂചന. സംസ്ഥാന സമിതിയിൽ തിരുവനന്തപുരത്ത് നിന്നുള്ള ഒഴിവിൽ CITU സംസ്ഥാന സെക്രട്ടറി KS സുനിൽകുമാറിനെ പരിഗണിക്കാൻ സാധ്യതയുണ്ട്. വി അരുൺ, ന്യൂസ് 18, തിരുവനന്തപുരം. ADM നവീൻ ബാബുവിന്റെ മരണത്തിൽ CBI അന്വേഷണമില്ല. കുടുംബത്തിന്റെ അപ്പീൽ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് തള്ളി. അപ്പീൽ തള്ളിയത് നിരാശയുണ്ടാക്കിയെന്നും തുടർ നടപടി ആലോചിച്ച് തീരുമാനിക്കുമെന്നും കുടുംബം പ്രതികരിച്ചു. ADM നവീൻ ബാബുവിന്റെ മരണത്തിൽ CBI അന്വേഷണം വേണ്ടെന്ന സിംഗിൾ ബെഞ്ച് വിധി ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചും ശരിവെച്ചു. കേസ് ഡയറി പരിശോധിച്ചതിൽ നിന്നും കേസ് അന്വേഷണം CBIക്ക് കൈമാറേണ്ടതില്ലെന്നും സിംഗിൾ ബെഞ്ച് വിധിയിൽ ഇടപെടാൻ കാരണങ്ങളില്ലെന്നും ജസ്റ്റിസുമാരായ PB സുരേഷ് കുമാറും ജോബിൻ സെബാസ്റ്റ്യനും ഉൾപ്പെട്ട ഡിവിഷൻ ബെഞ്ച് വ്യക്തമാക്കി. നിലവിലെ അന്വേഷണം കാര്യക്ഷമമാണെന്ന് സർക്കാർ കോടതിയിൽ അറിയിച്ചു. വിധിയിൽ വിഷമമുണ്ടെന്നും തുടർ നടപടി ആലോചിച്ച് തീരുമാനിക്കുമെന്നും ഭാര്യ മഞ്ജുഷ. CBI അന്വേഷണം ഇപ്പോൾ കോടതിയിൽ ഞങ്ങളുടെ ആവശ്യം കോടതി അംഗീകരിക്കുമെന്ന് പ്രതീക്ഷിച്ചിരുന്നു. പക്ഷെ അതുണ്ടായില്ല. എന്താണ് എന്നറിയില്ല കോടതി അംഗീകരിക്കാതിരുന്നത്. നമ്മൾ പ്രഗത്ഭനായ അഡ്വക്കേറ്റ് രാംകുമാർ സാർ നന്നായിട്ട് തന്നെ കോടതിയിൽ കാര്യങ്ങൾ പ്രസന്റ് ചെയ്തതാണ്. എന്താണ് സംഭവിച്ചതെന്നറിയില്ല. തുടർന്ന് നിയമ നടപടികളുമായിട്ട് മുമ്പോട്ട് പോകാൻ തന്നെയാണ് തീരുമാനം. CBI അന്വേഷണം തള്ളിയതിനു പിന്നാലെ ഫേസ്ബുക്ക് പോസ്റ്റുമായി PP ദിവ്യ. അഭിപ്രായം പറയാനുള്ള ആർജവം അടിയറവ് വെക്കരുത് എന്ന പോസ്റ്റാണ് ഫേസ്ബുക്കിൽ പങ്കുവച്ചത്. 2024 ഒക്ടോബർ 15-നാണ് കണ്ണൂർ ADM ആയിരുന്ന നവീൻ ബാബുവിനെ തൂങ്ങിമരിച്ച നിലയിൽ കണ്ടെത്തിയത്. ന്യൂസ് 18 കൊച്ചി. ഇന്ത്യൻ ക്രിക്കറ്റ് ടീം ക്യാപ്റ്റൻ രോഹിത് ശർമ്മയുടെ ശരീരഭാരത്തെ പരിഹസിച്ച കോൺഗ്രസ് നേതാവ് ഷമാ മുഹമ്മദിന്റെ പരാമർശം വിവാദത്തിൽ. കായിക താരം എന്ന നിലയിൽ രോഹിത് തടിയനാണ്, തടി കുറയ്ക്കേണ്ടതുണ്ട്. ക്യാപ്റ്റൻ എന്ന നിലയിൽ മതിപ്പ് തോന്നിയിട്ടില്ലെന്നും ഷമ സാമൂഹിക മാധ്യമ എക്സിൽ കുറിച്ചു. മുൻ നായകന്മാരായ സൗരവ് ഗാംഗുലി, കപിൽ ദേവ് എന്നിവരുമായി താരതമ്യം ചെയ്യുമ്പോൾ രോഹിത്തിന് എന്ത് ലോകോത്തര നിലവാരമാണുള്ളതെന്നും ഷമ ചോദിച്ചു. പരാമർശം വിവാദമായതോടെ എക്സിലെ പോസ്റ്റ് ഷമ പിൻവലിച്ചു. See, it was just a generic tweet about a fitness of a sports person. It is not body shaming. It's about the fitness of a sports person. I always believe a sports person has to be fit. So I felt he's a bit overweight and I just tweeted on that. And I've been attacked for no reason, you know. And when I compared him to the other captains, previous captains like Dhoni, or for that matter, Ganguly, Dravid, Tendulkar, Kapil Dev. So I put in and Virat. I put in a statement because I found him, I have the right, it's a democracy. What is wrong in saying? Let's not forget how Virat Kohli was attacked when he supported his teammate Shami, Mohammad Shami, when they lost against Pakistan and most of these bucks over here started, attacking Mohammad Shami, and Virat, being a captain, a good captain, stood by his teammate. Virat Kohli, whenever there is a youngster who catches a ball in a match, he goes and hugs him. He leads from the front. He scores runs. You know, he's a captain of the team. And also, let's understand, he always compliments the other person. When there is a opponent who does well, Virat Kohli compliments them, you know. So that is what you have to understand. So I just spoke in a generic manner. And I fail to understand a democracy. We don't have the right to speak in such a manner. കൊക്കക്കോള കമ്പനിക്കെതിരായ പ്ലാച്ചിമട സമരം ജലചൂഷണത്തിനെതിരായിരുന്നുവെന്ന് മന്ത്രി എം പി രാജേഷ്. ആ സമരം ശരിയായിരുന്നു. കൊക്കക്കോള പൂട്ടിച്ചത് ഞങ്ങൾ തന്നെയാണ്. എന്നാൽ എലപ്പുള്ളിയിലെ ബ്രൂവറി പദ്ധതിക്കായി ഒരു തുള്ളി ഭൂഗർഭജലം ആവശ്യമില്ല. പ്ലാച്ചിമട സമരം നടത്തിയവർ ബ്രൂവറിക്കായി നിലപാടെടുക്കുന്നത് പ്രതിപക്ഷം ചോദ്യം ചെയ്തപ്പോഴാണ് മന്ത്രിയുടെ സഭയിലെ മറുപടി. സാർ, കൊക്കക്കോള പൂട്ടിച്ചത് ഞങ്ങൾ തന്നെ. അങ്ങക്ക് അതിലൊരു പങ്കുമില്ലാത്തതുകൊണ്ട്, കോൺഗ്രസിനോ നിങ്ങൾക്കോ ആർക്കും പങ്കില്ലാത്തതുകൊണ്ട് എന്തുകൊണ്ടാണ് സമരം നടത്തിയതെന്ന് അങ്ങക്ക് അറിയാത്തതാണ്. ഈ സഭയിൽ എന്നോടൊപ്പമുള്ള ആലത്തൂർ അംഗം ശ്രീ KD പ്രസേനൻ സെക്രട്ടറിയും ഞാൻ പ്രസിഡന്റുമായ ഡിവൈഎഫ്ഐയുടെ ജില്ലാ കമ്മിറ്റിയാണ്. അന്ന് ഞാനതിന്റെ ജില്ലാ പ്രസിഡന്റാണ് ആ സമരത്തിന് നേതൃത്വം കൊടുത്തത്. ആ സമരം 100% ശരിയായിരുന്നു. കാരണം
മഴനിഴൽ പ്രദേശമായതുകൊണ്ടല്ല. ഒന്ന്, ഭൂഗർഭ ജലചൂഷണത്തിനെതിരായിട്ടാണ് അവിടുത്തെ സമരം. ഭൂഗർഭ ജലചൂഷണം, ഗണ്യമായ ഭൂഗർഭ ജലചൂഷണം നടത്തിയ ആ പ്രദേശം തരിശാക്കി. 2, കാഡ്മിയം ഉൾപ്പെടെയുള്ളവ ഈ പുറന്തള്ളി അത് ജലസ്രോതസ്സുകളെ മലിനമാക്കി. 2 വിഷയമായിരുന്നു. ഒന്ന് ഭൂഗർഭ ജലചൂഷണം, 2 ജലസ്രോതസ്സുകളുടെ മലിനീകരണം. അതിനെതിരായിട്ടാണ് സമരം നടത്തിയതും പൂട്ടിച്ചതും. അതുകൊണ്ടാണ് ഈ ഫയൽ വന്ന സമയത്ത് വെള്ളം എങ്ങനെയാണ് കണ്ടെത്തുക, ഭൂഗർഭജലം എടുക്കാൻ ഉദ്ദേശമുണ്ടോ എന്ന് വ്യക്തമാക്കാൻ പറഞ്ഞതും തിരിച്ചയച്ചതും. വെള്ളം എങ്ങനെയാണ് കണ്ടെത്തുക എന്ന് ഉറപ്പുവരുത്തി ഒരിറ്റ് ഭൂഗർഭജലം ഊറ്റില്ല എന്ന് ഉറപ്പാക്കിയിട്ട് മാത്രമേ കൊടുത്തുള്ളൂ. അത് ഞങ്ങൾക്ക് ആ സമരത്തിന്റെ അനുഭവം ഉള്ളത് കൊണ്ടാണ്. SSLC പരീക്ഷയ്ക്ക് തുടക്കം. 4,27,000 വിദ്യാർത്ഥികളാണ് SSLC പരീക്ഷ എഴുതിയത്. +2 പരീക്ഷ അല്പസമയത്തിനകം ആരംഭിക്കും. 4,40,000 വിദ്യാർത്ഥികളാണ് +2 പരീക്ഷ എഴുതുന്നത്. 10ാം ക്ലാസ് പരീക്ഷ 26-ന് അവസാനിക്കും. പാലാ നഗരസഭാ ചെയർമാനായി കേരള കോൺഗ്രസ് എം അംഗം തോമസ് പീറ്റർ തെരഞ്ഞെടുക്കപ്പെട്ടു. നഗരസഭയിലെ 3ാം വാർഡ് അംഗമാണ് തോമസ്. ആരോഗ്യം, വിദ്യാഭ്യാസം, കലാ, കായിക സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനായും പ്രവർത്തിച്ചിട്ടുണ്ട്. നേരത്തെ ചെയർമാനായിരുന്ന ഷാജു തുരുത്തനെ കേരള കോൺഗ്രസ് തന്നെ അവിശ്വാസത്തിലൂടെ പുറത്താക്കിയിരുന്നു. പിന്നാലെയാണ് പുതിയ ചെയർമാനെ തെരഞ്ഞെടുത്തത്. സമൂഹ മാധ്യമങ്ങൾ ദുരുപയോഗം ചെയ്യുന്ന ഇൻഫ്ലുവൻസർമാർക്ക് പൂട്ടിടാൻ മിന്നൽ നടപടിയുമായി സൈബർ പോലീസ്. ലക്ഷക്കണക്കിന് ഫോളോവർമാരുള്ള ഫസ്മിൻ സാക്കിർ, വയനാടൻ വ്ളോഗർ, മല്ലു ഫാമിലി, സുജിൻ തുടങ്ങിയ ഇൻഫ്ലുവൻസർമാരുടെ അക്കൗണ്ടുകൾക്ക് പൂട്ടുവീണു. ഈ പ്രമുഖരുടെ മെറ്റാ ഐഡികൾ സൈബർ പോലീസ് ഡിലീറ്റ് ചെയ്തതോടെ മറ്റ് ഇൻഫ്ലുവൻസർമാരും ആശങ്കയിലാണ്. വെർച്വൽ ലോകത്തെ സ്വാധീനം ഉപയോഗിച്ച് പ്രമുഖ ഇൻഫ്ലുവൻസർമാർ പ്രചരിപ്പിച്ചത് ഗാംബ്ലിംഗ്, ബെറ്റിംഗ് എന്നിവയ്ക്ക് പുറമെ ഓൺലൈൻ ഗെയിമിംഗ് ആപ്പുകളും. ട്രസ്റ്റബിൾ ആപ്പുകൾ എന്ന പേരിൽ യുവതലമുറയെ ലക്ഷ്യം വെച്ചു വന്ന ഇത്തരം അപകടകാരികളായ ആപ്പുകൾക്കായി ഇൻഫ്ലുവൻസർമാർ ചെയ്തതാകട്ടെ നിരവധി പരസ്യങ്ങളും. ഓരോ പ്രമോഷനും ഇവർക്ക് ലഭിച്ചത് 10 ലക്ഷത്തിലേറെ രൂപയും. ഈ സോഷ്യൽ മീഡിയ താരങ്ങളുടെ വാക്ക് വിശ്വസിച്ച് നിരവധി ഫോളോവർമാരാണ് ആപ്പുകളുടെ കെണിയിൽ കുടുങ്ങിയത്. ഒട്ടേറെ പേരുടെ ജീവിതങ്ങൾ തകർന്നു. സ്കൂൾ വിദ്യാർത്ഥികൾ മുതൽ മധ്യവയസ്കർ വരെ കോടിക്കണക്കിന് രൂപ നഷ്ടപ്പെട്ട് ആത്മഹത്യയിലേക്ക് നീങ്ങി. സംസ്ഥാനത്തിനകത്തും പുറത്തുമായി രജിസ്റ്റർ ചെയ്യപ്പെട്ടത് നിരവധി കേസുകൾ. പരാതികൾ ഏറുന്നതിനൊപ്പം പ്രൊമോഷണൽ വീഡിയോകളുടെ എണ്ണവും പെരുകിയതോടെയാണ് സൈബർ പോലീസ് കടുത്ത നടപടികളിലേക്ക് കടന്നത്. സമൂഹ മാധ്യമങ്ങൾ ദുരുപയോഗം ചെയ്ത ഇൻഫ്ലുവൻസർമാരുടെ അക്കൗണ്ടുകൾ ഷട്ട് ഡൗൺ ചെയ്തു തുടങ്ങിയതോടെ നിരവധി വ്ളോഗർമാരാണ് പോലീസ് നടപടി ഭയന്ന് പ്രൊമോഷണൽ വീഡിയോകൾ നീക്കം ചെയ്തു തുടങ്ങിയിരിക്കുന്നത്. യൂട്യൂബിനേക്കാളേറെ ഇൻസ്റ്റാഗ്രാം പ്ലാറ്റ്ഫോമുകൾ കേന്ദ്രീകരിച്ചായിരുന്നു ഇൻഫ്ലുവൻസർമാരുടെ ദുരുപയോഗം. സൈബർ ക്രൈം പോലീസിന്റെ നടപടികൾക്ക് പിന്നാലെ തട്ടിപ്പിന് പുതിയ അക്കൗണ്ടുകൾ ഉപയോഗിച്ച് ആപ്പുകൾ പുതിയ രൂപത്തിൽ വരാനുള്ള സാധ്യത ഏറെയാണെന്നാണ് പോലീസ് മുന്നറിയിപ്പ്. തട്ടിപ്പിന് ഇരകളാകാതിരിക്കാൻ ഓരോ ക്ലിക്കിനും പിന്നിലെ ഉദ്ദേശം ചോദിക്കൂ, റിപ്പോർട്ട് ചെയ്യൂ എന്ന സന്ദേശവും സൈബർ പോലീസ് സമൂഹ മാധ്യമങ്ങളിലൂടെ വ്യാപകമായി പ്രചരിപ്പിക്കുകയാണ്. ന്യൂസ് 18 തിരുവനന്തപുരം. ദേശീയ വന്യജീവി ദിനത്തിൽ ഗിർ വനം സന്ദർശിച്ച പ്രധാനമന്ത്രി നരേന്ദ്രമോദി. വന്യജീവികൾക്കായുള്ള റഫറൽ കേന്ദ്രത്തിന് തറക്കല്ലിട്ടു. ഏഷ്യൻ സിംഹങ്ങളുടെ കണക്കെടുപ്പ് ഈ വർഷം തന്നെ നടത്തുമെന്ന് പ്രധാനമന്ത്രി പ്രഖ്യാപിച്ചു. सातवीं बैठकों को कैसे आने बड़ी पहले आसों को लेकर मन, क्योंकि इंसान और नहीं होती तो उस और तर्क. പകൽ വാർത്ത പൂർണ്ണമാകുന്നു. സകലമാന കേരളവുമായി ആര്യ ചേരും. നമസ്കാരം.